നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7-ലുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ അതില് കുറച്ച് കണ്ടസ്റ്റൻസ് വളരെ സേഫ് ആയിട്ടാണ് കളിച്ചു പോകുന്നത്. രേണു സുധി, അതേപോലെ തന്നെ നമ്മുടെ ശൈത്യ, ഒനീൽ സാബു, ഇവരാരും തന്നെ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവര് ഷോയിലേക്ക് ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് രേണു സുധിയും ശൈത്യയും ഒക്കെ ഇവരവിടെ ഉണ്ടെന്നുള്ളത് തന്നെ നമ്മൾ അറിയുന്നില്ല. രേണു അവിടെ ഉണ്ടെന്നുള്ള കാര്യം രേണു അവിടെ കാണിക്കുന്നില്ല. രേണു അവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള സംഭവങ്ങളും പുറത്തേക്ക് വരുന്നില്ല. ആ ഒരു പെയിൻ കേസും കാര്യങ്ങളും ഒന്നും അല്ലാതെ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ രേണു അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയത്തുകൂടി ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സമയത്താണ് ശാരിക പുറത്തേക്ക് പോകുന്നത്. പ്രേക്ഷകരുടെ വിധി പ്രകാരം ശാരിക എവിക്റ്റ് ആവുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു വളരെ അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ശാരിക അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എന്തൊക്കെയൊക്കെയോ കണ്ടേനെ. ശാരികയിൽ നിന്നും ഇനിയും ഒരുപാട് കോണ്ടന്റുകൾ നമ്മൾ കണ്ടേനെ. പ്രത്യേകിച്ച് മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ കൂടെ ശാരിക അവിടെ കട്ടയ്ക്ക് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം അക്ബറുമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു വഴക്കിൽ തന്നെ എന്ത് ഡോമിനേറ്റ് ചെയ്താണ് ശാരിക നിന്നത്. അക്ബർ ബഹളം ഉണ്ടാക്കുമ്പോൾ അതിനേക്കാൾ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കാനും പോയിന്റുകൾ പറഞ്ഞ് വാദിക്കാനും പറ്റുന്ന ഒരു ലേഡി ആയിട്ടാണ് ശാരികയെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഹോട്ട് സീറ്റിലെ ആ ഒരു ധൈര്യവും ശുഷ്കാന്തിയും ഒക്കെ ചോർന്നു പോയെന്ന് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോകളിൽ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വളരെ മികച്ച രീതിയിൽ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് ശാരിക പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇനിയും ദിവസങ്ങൾ ശാരികയ്ക്ക് അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു, ഡിസേർവിംഗ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ പുറത്തു പോകാൻ ശൈത്യയും രേണുസുതിയും ഒക്കെ ഇരിക്കുമ്പോഴാണ് ശാരിക പുറത്താവുന്നത് എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ശാരികയെ സപ്പോർട്ട് ചെയ്ത് പോവാണ് ഈ ഒരു കാര്യത്തിൽ. അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചത്തെ ഒരു എവിക്ഷനിൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, ഈ ഒരു അൺഫെയർ ആണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ശാരികയിൽ നിന്ന് കോണ്ടന്റുകൾ കണ്ടു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ശാരിക കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും പുറത്താവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സീസൺ 5-ലും 6-ലും ഒക്കെ ഇതേപോലത്തെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടന്റുകൾ കൊടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഔട്ടാവുന്ന കണ്ടസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ശാരികയുടെ കേസിൽ എനിക്ക് തോന്നുന്ന ആ ഒരു മാഷപ്പും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടേനെ. കോൺട്രവേഴ്സീസ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ശാരിക. ആ സരികയുടെ ആ ഒരു കേസും എല്ലാം നല്ല രീതിയിൽ കത്തി എരിഞ്ഞ കേസുകളാണ്. അക്ബറുമായിട്ടുണ്ടായ ഒരു സംഭവമാണേലും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കത്തിക്കൊണ്ടിരുന്ന കേസുകളാണ്. എന്തായാലും ശാരികയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നമ്മൾ നേരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.